ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് റെഗുലേഷൻ ഓഫ് പ്യൂപ്പിൾ സൈസാണ്. പ്യൂപ്പിൾ സൈസ് എങ്ങനെ റെഗുലേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ. പ്യൂപ്പിൾ സൈസ് കൂടാനും കുറയാനൊക്കെ സഹായിക്കുന്നത് ഐറിസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ തന്നെ പ്യൂപ്പിൾ സൈസ് എങ്ങനെ റെഗുലേറ്റ് ചെയ്യണതെന്ന്, ഇൻറ്റൻസീവായിട്ടൊരു ലൈറ്റ് വന്നു കഴിഞ്ഞാൽ സർക്കുലർ മസിൽസ് കോൺട്രാക്റ്റ് ആകുന്നു. അതുപോലെ തന്നെ പ്യൂപ്പിളിൻ്റെ സൈസ് റെഡ്യൂസ് ആകുന്നു. ഒരു ഇൻറ്റൻസീവ് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ സർക്കുലർ മസിൽസ് എന്താവുന്നു, കോൺട്രാക്റ്റ് ആയിട്ട് പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ലൈറ്റ് നമുക്ക് പ്യൂപ്പിളിൻ്റെ അധികം ആവശ്യമില്ല. പക്ഷേ ഡിം ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടത്ത് നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ കാണണമെങ്കിൽ നമ്മുടെ പ്യൂപ്പിൾ സൈസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവണം. അപ്പോൾ ഇൻറ്റൻസീവ് ലൈറ്റിൽ പ്യൂപ്പിളിൻ്റെ സൈസ് റെഡ്യൂസ് ആകുന്നു. ഡിം ലൈറ്റിൽ പ്യൂപ്പിളിൻ്റെ സൈസ് എന്ത് ചെയ്യണം, കൂടുന്നു. ഇൻറ്റൻസീവ് ലൈറ്റിൽ നമ്മുടെ സർക്കുലർ മസിൽസസ് കോൺട്രാക്റ്റ് ആകുന്നു. പക്ഷേ ഡിം ലൈറ്റിൽ ആരാ കോൺട്രാക്റ്റ് ആവുന്നത്, റേഡിയൽ മസിൽസ് ആണ് കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ ആ ഡിഫറൻസ് പഠിക്കുക. ഇൻറ്റൻസീവ് ലൈറ്റിൽ കോൺട്രാക്റ്റ് ആവുന്നത് സർക്കുലർ മസിൽസ്, അപ്പോൾ നമ്മുടെ പ്യൂപ്പിളിൻ്റെ സൈസ് കുറയുന്നു. ഡിം ലൈറ്റിൽ കോൺട്രാക്റ്റ് ആവുന്നത് റേഡിയൽ മസിൽസ്, അപ്പോൾ നമ്മുടെ പ്യൂപ്പിളിൻ്റെ സൈസ് ഇൻക്രീസ് ആകുന്നു. ഇനി അടുത്തതാണ് അഡ്ജസ്റ്റിംഗ് ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ പവർ ഓഫ് അക്കമഡേഷൻ. നമ്മുടെ കോൺവെക്സ് ലെങ്ത്സ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യണത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ലൈറ്റിനനുസരിച്ചിട്ടും അതിനൊക്കെ അനുസരിച്ചിട്ട് എങ്ങനെയാണ് ഫോക്കസ് ചെയ്യണത് നമുക്ക് നോക്കാം. ഫോക്കൽ ലെങ്ത് എങ്ങനെ, ഇപ്പോൾ ദൂരെ നിന്ന് കാണുന്നത് എങ്ങനെ കാണുന്നത്, അതുപോലെ അടുത്ത് നിന്നുള്ളത് എങ്ങനെ കാണുന്നത്, അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വൈൽ വ്യൂവിങ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ്, നമ്മുടെ ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിനെ നോക്കുകയാണെങ്കിൽ സീലിയറി മസിൽസ് എന്ത് ചെയ്യും, റിലാക്സ് ചെയ്യുന്നു. അതിൻ്റെ പൊസിഷനിൽ സീലിയറി മസിൽസ് റിലാക്സ് ആകുന്നു. അപ്പോൾ എന്താവും, ലിഗമെൻറ്റ് ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നു. സീലിയറി മസിൽസ് റിലാക്സ് ആവുന്ന സമയത്ത് ലിഗമെൻറ്റ് സ്ട്രെച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലെങ്സിൻ്റെ കർവേച്ചർ കുറയുകയും ഇമേജിനെ കറക്റ്റായിട്ട് ലെങ്സിൻ്റെ ആ ഒരു കർവേച്ചർ കുറഞ്ഞിട്ട് ഇമേജിനെ കറക്റ്റായിട്ട് വ്യൂ ചെയ്യാൻ പറ്റുക. ഇനി നമ്മൾ നിയർ ഒബ്ജക്റ്റ്, അടുത്തുള്ള ഒബ്ജക്റ്റിനെയാണ് കാണുന്നത് എങ്കിൽ സീലിയറി മസിൽസ് ഭയങ്കരമായിട്ട് കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലിഗമെൻറ്റ്സ് ഒക്കെ ഭയങ്കര ലൂസാവും. അപ്പോൾ ലെങ്സിൻ്റെ കർവേച്ചർ കൂടുന്നു. അപ്പോൾ എന്താവും, ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഇമേജ് ഈസ് ഫോക്കസ് ഓഫ് ദ ഇമേജ് ഇൻ റെറ്റിനയിൽ ഇമേജ് ഫോക്കസ് ആവും. അപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് കൂടുന്തോറും സീലിയറി മസിൽസ് റിലാക്സ് ആകുന്നു. അത് നമ്മൾ നോക്കേണ്ട. ഡിസ്റ്റൻസ് കൂടുന്തോറും ലിഗമെൻറ്റ് സ്ട്രെച്ച് ആവുന്നു. ലിഗമെൻറ്റ് സ്ട്രെച്ച് ആവുന്ന സമയത്ത് ലെങ്സിൻ്റെ കർവേച്ചർ കുറയുന്നു. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇമേജ് ഒക്കെ കുറയാണ്. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുന്തോറും എല്ലാം അങ്ങോട്ട് കുറയുകയാണ് ചെയ്യണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സീലിയറി മസിൽസ് റിലാക്സ് ആകുന്നു, അതുപോലെ ലിഗമെൻറ്റ്സ് ഭയങ്കരമായിട്ട് ലിഗമെൻറ്റ് സ്ട്രെച്ച് ആകുന്നു. അത് മാത്രം നോക്കിയാൽ മതി. ഡിസ്റ്റൻസ് കൂടുന്തോറും നമുക്ക് ബുദ്ധിമുട്ടാകും കാണാൻ. അപ്പോൾ ലിഗമെൻറ്റ്സ് സ്ട്രെച്ച് ആകുന്നു, അതുപോലെ നമ്മുടെ സീലിയറി മസിൽസ് കോൺട്രാക്റ്റ് ആകുന്നു. പിന്നെ എന്താ പറയുക, നമ്മുടെ ലെങ്സിൻ്റെ കർവേച്ചർ കുറയുന്നു. പിന്നെ നമ്മുടെ ഇമേജ് അവിടെ ഫിക്സ് ആവുന്നു. ഇനിയിപ്പോൾ നിയർ ഒബ്ജക്റ്റ്, അടുത്തുള്ള ഒബ്ജക്റ്റിനെയാണ് നോക്കണമെന്ന് വെച്ചാൽ സീലിയറി മസിൽസസ് കോൺട്രാക്റ്റ് ആകുന്നു. ലിഗമെൻറ്റ് എന്താവും, ഭയങ്കര സ്മൂത്തനാവും അല്ലെങ്കിൽ ലൂസനാകുന്നു. പിന്നെ എന്താ, കർവേച്ചർ ഓഫ് ദ ലെങ്സ് കൂടുന്നു. ഇപ്പം നമ്മൾ അടുത്തുള്ള ഒബ്ജക്റ്റിനെ കാണുകയാണെന്ന് വെച്ചാൽ ഒക്കെ കൂടുകയും ചെയ്യുക. കർവേച്ചർ ഓഫ് ദ ലെങ്സ് കൂടുന്നു. അപ്പം നമുക്ക് കറക്റ്റായിട്ടൊരു ഇമേജ് റെക്റ്റിനയിൽ ഫോം ചെയ്യുന്നു. ഡിസ്റ്റൻസ് കൂടുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്, ലെങ്സിൻ്റെ കർവേച്ചർ കുറയുകയാണ് ചെയ്യുക. അപ്പോൾ അതൊന്നും ആലോചിക്കണം. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുന്തോറും ലെങ്സിൻ്റെ കർവേച്ചർ കുറയുന്നു, സീലിയറി മസിൽസ് റിലാക്സ് ആകുന്നു. ഡിസ്റ്റൻസ് കൂടുമ്പോൾ ലിഗമെൻറ്റ് സ്ട്രെച്ച് ആവും. ഡിസ്റ്റൻസ് കുറയുന്ന സമയത്ത് ലിഗമെൻറ്റ് എന്ത് ചെയ്യും, ലൂസൺ ആവും. അപ്പോൾ അതങ്ങനെ ആ ഒരു ബേസിൽ പഠിച്ചു വെച്ചാൽ മതി. പിന്നെ അടുത്തതാണ് റോഡ് സെൽസസും കോൺ സെൽസസും. നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ച അല്ലെങ്കിൽ കാണാൻ പറ്റുന്നത് ഈ റോഡ് സെൽസസും കോൺ സെൽസസും ഉള്ളത് കൊണ്ടാണ്. റോഡ് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് നോക്കാം. റോഡ് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടറിക്കൽ ഷേപ്പാണ്. റോഡ് സെൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിലിണ്ടറിൻ്റെ ഷേപ്പാണ്. അതുപോലെ കോൺ സെൽസ് എന്താവും, കോൺ ഷേപ്പ്ഡാണ്. അതിൽ 9 കോറോ റോഡ് സെൽസസ് ഉണ്ടായിരിക്കും. ഇപ്പുറത്ത് 45 ലാക്കൊക്കെയാവും കോൺ സെൽസസ് ഉണ്ടായിരിക്കുക. ഈ റോഡ് സെൽസിൽ കാണുന്ന പിഗ്മെൻറ്റിൻ്റെ പേരാണ് റിഡോപ്സിൻ. കോൺ സെൽസിൽ കാണുന്ന പിഗ്മെൻറ്റിൻ്റെ പേരാണ് ഫോട്ടോപ്സിൻ. ഇനി പിഗ്മെൻറ്റ് റെക്കഗ്നൈസ് ഒബ്ജക്റ്റ് ഇൻ ദ ബോത്ത്. നമ്മുടെ റോഡ് സെൽസ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഡിം ലൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈറ്റിലൊക്കെ നമ്മളുടെ കളർ ഒബ്ജക്റ്റിനെ കളറൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇരുട്ടത്ത് ഇന്ന സാധനം അവിടെ ഇരിക്കണോ അല്ലെങ്കിൽ ഇന്ന പെട്ടി അവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റിനെ റെക്കഗ്നൈസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് റോഡ് സെൽസസ്. പക്ഷേ കോൺ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ, കോൺ കളറിനെ റെക്കഗ്നൈസ് ചെയ്യാനും അതുപോലെ ഇൻറ്റൻസീവ് ലൈറ്റിൽ ഒരു ഒബ്ജക്റ്റിനെ കാണാനും വേണ്ടിയിട്ടാണ് കോൺ സെൽസസ് യൂസ് ചെയ്യുന്നത്. അത് 45 ലാക്കാണ് കാണുന്നത്. ആ കോൺ സെൽസിൽ കാണുന്ന പിഗ്മെൻറ്റിനെ നമ്മൾ എന്ത് പറയുന്നു, ഫോട്ടോപ്സിൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ അല്ലെങ്കിൽ കളർ അങ്ങനെയൊക്കെ
ഉള്ളതിനെ കാണാൻ പറ്റുന്നതാണ് ഫോട്ടോപ്സിൻ. കളർ കോൺ സെൽസ്. റോഡ് സെൽസ് ആണെങ്കിൽ നമുക്ക് ഡിം ലൈറ്റിൽ, നമുക്ക് ഇരുട്ടത്ത് നമുക്ക് ആ ഒബ്ജക്റ്റിനെ ജസ്റ്റ് കാണാം. ഒബ്ജക്റ്റിൻ്റെ കളറൊന്നും കാണാൻ പറ്റില്ലെങ്കിലും ഒബ്ജക്റ്റിനെ കാണാൻ പറ്റാൻ സഹായിക്കുന്നതാണ് എന്ത്, റിഡോപ്സിൻ കണ്ടൻ്റുള്ള റോഡ് സെൽസ്. അപ്പോൾ ആ ബോക്സ് എന്തായാലും പഠിക്കണം, നിർബന്ധമാണ്. Then rhodopsin and photopsin are light absorbing molecule that convert light into chemical signals and contain, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിഡോപ്സിനും ഫോട്ടോപ്സിനൊക്കെ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തിട്ട് ഒരു കെമിക്കലായിട്ട് മാറുന്നു. ആ കെമിക്കലിൻ്റെ പേരാണ് റെറ്റിനാൽ. വിറ്റാമിൻ എ ഉള്ള റെറ്റിനാലും അതുപോലെ ഒപ്സിൻ ഉള്ള പ്രോട്ടീനും അതൊക്കെ അതിൻ്റെ ഉള്ളിൽ പ്രസൻറ്റ്, റിഡോപ്സിനിലും ഫോട്ടോപ്സിനും പിഗ്മെൻറ്റ്സിലും പ്രസൻറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ലൈറ്റ് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുന്നത്. Okay, then thank you and have a nice day.